DNA തെളിവുകൾ ഉൾപ്പെടെ ശക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും റിയാസ് മൗലവി വധക്കേസിൽ പ്രതികളെ വെറുതെ വിട്ടതിന്റെ ഞെട്ടലിലാണ് പ്രോസിക്യൂഷനും കുടുംബവും. പ്രോസിക്യൂഷനും റിയാസ് മൗലവിയുടെ കുടുംബവും കേസിലെ ഗൂഢാലോചന അന്വേഷിച്ചില്ലെന്നും UAPA ചുമത്തണമെന്ന ആവശ്യം പരിഗണിച്ചില്ലെന്നും പോലീസിനെതിരെ ആരോപണം ഉയർന്നിരുന്നു. ഏറെ പ്രതീക്ഷയോടെയാണ് റിയാസ് മൗലവിയുടെ കുടുംബം കുടകിൽ നിന്ന് കാസർഗോട്ടേക്ക് എത്തിയത്. വിധി കേട്ടപ്പോൾ വളരെ ദുഃഖകരമായ ഒരു വിധിയായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പ്രതീക്ഷിച്ച ഒരു വിധിയൊന്നും അല്ല. നമ്മൾ അനുജനെ കൊണ്ട് വളരെ വിഷമമാണ്. 7 വർഷക്കാലം നമ്മൾ കാത്തിരുന്നു നല്ലൊരു ശിക്ഷ നൽകുമെന്നുള്ള ഉദ്ദേശത്തിൽ, പക്ഷേ അതൊരു നല്ലൊരു ശിക്ഷ നൽകിയില്ല. മുഴുവൻ പ്രതികളെയും വെറുതെ വിടുന്നു എന്ന ഒറ്റവരി വിധി പ്രസ്താവം ഞെട്ടലോടെയാണ് ആളുകൾ കേട്ടത്. എന്ത് സംഭവിച്ചു എന്ന് തന്നെ അറിയണമെങ്കിൽ ജഡ്ജ്മെന്റ് കണ്ടിരുന്നു. കാരണം ഈ കേസിന്റെ എല്ലാ തെളിവുകളും, പ്രത്യേകിച്ചിട്ട് സുപ്രീം കോടതിയുടെ ഹൈക്കോടതിയുടെയൊക്കെ പല വിധികളും ഈ കേസിലേക്ക് ആവശ്യം വന്ന ഭാഗത്തൊക്കെ സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ട് സമർപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. യാതൊരു സംശയമില്ല. കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കേസുകൾ വെറുതെ വിടുക എന്നത് സംബന്ധിച്ച് വളരെ ദൗർഭാഗ്യപരമാണ്. കാരണം വളരെ സെൻസിറ്റീവ് ഏരിയയിലായി നടന്നൊരു സംഭവമാണ്. പ്രതികൾക്കെതിരെ UAPA ചുമത്താത്തതും ഗൂഢാലോചന അന്വേഷിക്കാത്തതും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചതായി ആക്ഷേപമുയരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും കുഴപ്പം ചെയ്താലും ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ആർക്കും ആരെ വേണമെങ്കിലും കൊല്ല, കോടതി വെറുതെ വിടുന്ന ആ ഒരു സന്ദേശമാണ് എല്ലാവർക്കും കിട്ടുന്നത്. അത് പിന്നെ വിദ്യാഭ്യാസപരമായിട്ട് ഇതുപോലെ കൊലപാതകത്തിനും മറ്റും വല്ല കൂട്ടു നിൽക്കുന്നവർക്ക് ഇത് ഏറ്റവും നല്ല ഒരു സാഹചര്യമാണ് കിട്ടിയത്. മീഡിയ 1 കാസർഗോഡ്.